പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ്, അതാണ് നാം നോക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. എത്ര വർഷം കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞ് കണ്ടാലും നിങ്ങൾക്ക് ആ കാണുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ബാധകമായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസൊനേറ്റ് ആകണമെന്നില്ല. റെസൊനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഇത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു അറേഞ്ച്മെൻറ്റാണ്, കാർഡ് അറേഞ്ച്മെൻറ്റാണ്. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ് നാം ചെയ്യുന്നത്. ഇതിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്നാണ്. നിങ്ങൾ ഏത് വ്യക്തിയെക്കുറിച്ച് അറിയാനാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാലോചിച്ചതിന് ശേഷം കാർഡ് റീഡിംഗ് കേൾക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സിലേക്കാണ് നാം പോകുന്നു. ആ വ്യക്തി എന്താണ് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നത്? നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് വല്ലാത്തൊരു ആവേശം ഉണ്ടാകുന്നു. അതാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ആ വ്യക്തിയുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സ് ഉണരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല. അതായത് നിങ്ങളുടെ മനസ്സിൽ വളരെ അധികം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ പേര് കേട്ടാലോ, നിങ്ങളെക്കുറിച്ച് പറഞ്ഞാലോ, നിങ്ങളെ കണ്ടാലോ, നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് വരുമ്പോഴോ വല്ലാത്ത തരത്തിലുള്ള സന്തോഷം ആ വ്യക്തിയിലുണ്ടാകുന്നു. നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങൾക്കറിയാം. ആ വ്യക്തിയുടെ മനസ്സാണ്. അപ്പോൾ ആ വ്യക്തി നിങ്ങളോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും തുറന്നു പറഞ്ഞാലും യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. ശക്തമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. ആ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് തേടിയാണ് നമ്മൾ ഈ കാർഡ് റീഡിങ്ങിലേക്ക് വന്നേക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകുമ്പോൾ വളരെ അധികം വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിലവിലുള്ള സ്റ്റാറ്റസ് മാറാൻ പോകുന്നു. അതായത് നിലവിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, നിലവിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ നിലവിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൻ്റെ അളവ് കൂടുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് അടുക്കാനുള്ള ചാൻസ് കൂടുന്നു. വളരെയധികം ഓപ്പർച്യൂണിറ്റികൾ, ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത കാണാത്ത അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു. ജീവിതം പോസിറ്റീവായിട്ട് ചേഞ്ച് ആകാൻ പോകുന്നു. ആ വ്യക്തിയുടെ ഫീലിങ്സാണ്. ആ വ്യക്തിയുടെ ഫീലിങ്സും ആകാം, നിങ്ങളുടെ ഫീലിങ്സും ആകാം. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുന്നേറ്റമാകാം. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ രീതിയിലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. പോസിറ്റീവായ മാറ്റമാണ്. നിങ്ങൾ ഭയപ്പെടാനില്ല. അതായത് ആ വ്യക്തിയുടെ ഫീലിങ്സിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നു. അത് ആ വ്യക്തിക്ക് സന്തോഷം പകർന്നു നൽകുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. പുതിയ തുടക്കങ്ങൾ നിങ്ങൾ രണ്ടുപേരും തുടങ്ങുന്നു. മിക്കവാറും വിവാഹമാകാം, ഒരുമിച്ചാകാം, കുഞ്ഞ് ജനിക്കുന്നതാകാം, വീട് പണിയുന്നതാകാം. നിങ്ങൾ ഒരുമിച്ചുള്ള യാത്രയിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നു. മുൻപത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കപ്പെടുന്നു. ഇതൊക്കെ പോരെ മനുഷ്യന്. അതായത് പോസിറ്റീവായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് പോകുന്നു. സൂക്ഷിക്കണം. ചില ശത്രുക്കൾ ഉണ്ടാകുന്നുണ്ട്. അവർ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല അവസരങ്ങൾ ഇല്ലാതാക്കാനൊക്കെ ശ്രമങ്ങൾ നടത്തും. പക്ഷെ അതൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളായിരിക്കും വിജയിക്കുന്നത്. നല്ല മനസ്സോടുകൂടി, നല്ല ബുദ്ധിയോടുകൂടി, എല്ലാത്തിനെയും മനസ്സിലാക്കാൻ കഴിയുന്ന, എല്ലാത്തിനെയും കൃത്യമായിട്ട് അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വം അങ്ങനെയായി മാറുകയാണ്. പഴയ പോലെ നിങ്ങൾ തമ്മിൽ വാശിയും വൈരാഗ്യമൊന്നുമില്ല. വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു സിംഹത്തിൻ്റെ ശക്തി പോലെ, ഒരു തീ ജ്വലിക്കുന്നത് പോലെ ആവേശത്തോടെ നിങ്ങൾക്ക് ഉണരലുണ്ടാകുന്നു. തളർന്ന് ഉറങ്ങിക്കിടന്ന് നിങ്ങൾ ഉണരുകയാണ്. ഇത്രയും കാലം നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ആ വ്യക്തിയുടെ ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ വളരെ അടുപ്പമുള്ളത് കൊണ്ടാണ് ആ ഫീലിങ്സ് നിങ്ങളെയും ബാധിക്കുമെന്ന് പറയുന്നത്. ഒരേ രീതിയിൽ സഞ്ചരിക്കുന്നു. ആ വ്യക്തി നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറയും.
ചിലപ്പോൾ പ്രണയത്തെക്കുറിച്ചായിരിക്കാം, ചിലപ്പോൾ ജീവിതത്തെക്കുറിച്ചായിരിക്കാം. ധൈര്യത്തോടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഊർജ്ജസ്വലതയോടെ പല മുന്നേറ്റങ്ങളും ആ വ്യക്തി ഉണ്ടാക്കുന്നു, നിങ്ങളും ഉണ്ടാക്കുന്നു. അതായത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ദൃഢത വരുന്നു, പല അവസരങ്ങൾ വരുന്നു, മുന്നേറ്റം ഉണ്ടാകുന്നു, സന്തോഷത്തോടെ മുന്നോട്ട് പോവുക, വലിയ തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നു. അത് നിങ്ങൾക്കുള്ളതാണ്. എസ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ജീവിതത്തിലേക്ക് വരുന്നു, ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞ പോലെ പുതിയ ഓപ്പർച്യൂണിറ്റി, അതിനേക്കാൾ ഒരു പഴയ പ്രശ്നങ്ങൾ തീർപ്പാക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാകാം, ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ പല പ്രശ്നങ്ങളാകാം, എല്ലാം ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് വരുന്നു. ഒഴിഞ്ഞു മാറുന്നതിൽ നിന്ന് മാറി എല്ലാം ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ആ വ്യക്തി വരുന്നു. വലിയ ഫീലിങ്സാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സാണ്. നിങ്ങൾക്ക് ഗുണകരമാണ്, ആ വ്യക്തിക്ക് ഗുണകരമാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗുണകരമായ അവസ്ഥയിലേക്ക് പോകുന്നു ജീവിതം. നിങ്ങളും ആ വ്യക്തിയും ജീവിതം പൊളിക്കും എന്നുള്ളതാണ് കാണുന്നത്. സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള അവസരമാണ്. ആ വ്യക്തിയുടെ മനസ്സിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സന്തോഷത്തോടെ ഒരു മുന്നേറ്റം, സ്വപ്ന സാഫല്യം ഉണ്ടാകുന്നു ആ വ്യക്തിക്ക്. ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ നടക്കാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ചായിരിക്കും സ്വപ്നം കണ്ടത്, അത് ഒരുമിച്ച് സാധിക്കാൻ പോകുന്നു, ഒരുമിക്കാനാകാം. ഏതായാലും ആ വ്യക്തിയുടെ ആശകളും അഭിലാഷങ്ങളും യാഥാർത്ഥ്യമാകുന്നു. നല്ല മുന്നേറ്റം, സമൃദ്ധി ഉണ്ടാകുന്നു. ആരോഗ്യകരമായി മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം, സ്വപ്നം കാണാൻ തുടങ്ങുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരവസരത്തിൽ നിന്ന് ആ വ്യക്തി സ്വപ്നം കാണാൻ തുടങ്ങുന്നു. മിക്കവാറും പ്രണയത്തിലേക്കാണ് ഇത് പോകുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലൊരു പ്രണയം പൂത്തിരിക്കുന്നു, ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നിരിക്കുന്നു. കുറച്ച് അസൂയക്കാർ ചുറ്റും കണ്ടാൽ അത്ഭുതപ്പെടാനില്ല. അസൂയക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ നന്നായി കാണുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണല്ലോ അസൂയക്കാരൊക്കെ വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. യാഥാർത്ഥ്യമാകുന്നു, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഇത് വരുന്നു. ഭാവിയിലേക്ക് സ്വപ്നം കാണാൻ നിങ്ങളുടെ മനസ്സ് പറയുന്നു. ഏതായാലും മുന്നോട്ടുള്ള പ്രതീക്ഷയാണ്. ക്രിയേറ്റിവിറ്റി വരുന്നു, സർഗഭാവന ഉണരുന്നു. മൂന്നാമത്തെ കാർഡ് നൽകുന്നതാണ് സർഗഭാവന. കാം ആൻഡ് ക്വൈറ്റാവുന്നു, സമാധാനം, എല്ലാം ക്ഷമിക്കുന്നു, സിൻസിയറാകുന്നു, സ്പിരിച്വലാകുന്നു, റിവൈവലാകുന്നു, ഹീലാകുന്നു. അങ്ങനെ ജീവിതത്തിൽ സന്തോഷിക്കാനും ജീവിതത്തിൽ നന്നായിട്ട് പോകാനുള്ള ഒരുപാട് അവസരം വരുന്നു. പ്രതീക്ഷ നഷ്ടപ്പെടുത്താൻ ചിലർ കുഴപ്പങ്ങളുണ്ടാകാൻ വരും, അത് നോക്കണം. വിശ്വാസം നഷ്ടപ്പെടുത്തരുത്, ക്രിയേറ്റിവിറ്റി ഇല്ലാതെ പോകരുത്. പലതരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സുമായിട്ട് ആളുകൾ വരും, അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട, പോസിറ്റീവായിട്ട് പോവുക. എല്ലാം പറയുന്നത് ആ വ്യക്തിയോടാണ്, ആ വ്യക്തിയുടെ ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. എങ്കിലും ഒരുമിച്ചാകുമ്പോൾ നിങ്ങളെ രണ്ടുപേരെയും അത് ബാധിക്കും. രണ്ടുപേർക്കും മുന്നേറ്റമാണ്, രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, നല്ല തുടക്കം ഉണ്ടാകുന്നു. അതാണ് കാണുന്നത്. പ്രണയമൊക്കെ ഉണ്ട് ഇതിൽ. പ്രണയമുണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, അടുപ്പമുണ്ട്, മനസ്സിലാക്കലുണ്ട്. ചുരുക്കി പറഞ്ഞ ആ വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അടുത്ത കാർഡ് വന്നേക്കുന്നത് ദി വേൾഡാണ്. വേൾഡ് കാർഡ് ആണ് കാണിക്കുന്നത്. പ്രതീക്ഷ ഉള്ളത് തന്നെയാണ് അവിടെയും കാണുന്നത്. നാലാമത്തെ കാർഡിലും പ്രതീക്ഷയാണ് കാണുന്നത്. സ്വപ്നം കണ്ടത് പണിയെടുത്തതിന്, കാത്തിരുന്നതിന് ഫലം വരുന്നു. അപ്പോൾ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കാത്തിരുന്നതിന് ഫലം വരുന്നു. പിന്നെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി നിങ്ങൾ, അത് പൂർത്തിയാകുന്ന അവസരം, പൂർത്തിയാകാൻ എന്നൊരു പോയിന്റിൽ നിങ്ങൾ എത്തുന്നു. ഏതോ ഒരു കാര്യം ആ വ്യക്തി ആഗ്രഹിച്ചുവോ, മനസ്സുകൊണ്ട് നിങ്ങളും ആഗ്രഹിച്ചുവോ, അത് പൂർത്തീകരിക്കുന്നതിന് സാധിക്കുന്നു. പിന്നെ വിദേശവാസം കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ വിദേശത്തേക്ക് പോകാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ ആഗ്രഹിച്ചിരുന്നിരിക്കാം. അതിൻ്റെ റിസൾട്ട് വരുന്നു. മാത്രമല്ല അതോടൊപ്പം തന്നെ വായിക്കേണ്ട ഒരു യാത്രക്കുള്ള കോളും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിദേശത്തേക്ക് പോകാനായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നു, അതിനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതുവരെ നിങ്ങൾ വിദേശത്തേക്ക് പോകാനായിട്ടുള്ളൊരു പ്ലാൻ ഇല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്, തയ്യാറായിക്കൊള്ളൂ.
പോസിറ്റീവാണ്, പ്രതീക്ഷയോടെയാണ് പോകുന്നത്. പോസിറ്റീവ് റിസൾട്ട് എല്ലാത്തിനും വരും. ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കും, ഔട്ട്കം കിട്ടും, ചെയ്ത പണികൾ പൂർത്തിയാകുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇതിനെയൊക്കെ മുടക്കാനായിട്ട് ആളുകൾ ഉണ്ടാകും. അത് നിങ്ങൾ സൂക്ഷിക്കണം. റെയറായിട്ട് നിങ്ങളെ നെഗറ്റീവ് അടിക്കാനായിട്ട് ചില ആളുകൾ തക്കം കൂട്ടി നിൽക്കുന്നുണ്ട്, അതും ശ്രദ്ധിക്കുക. സമാധാനം കിട്ടുന്നു, പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായ ചില അംഗീകാരങ്ങൾ കിട്ടുന്നു, നല്ല ഉപദേശങ്ങൾ നിങ്ങൾ പരസ്പരം നൽകുന്നു, സന്തോഷം ഉണ്ടാകും, പരസ്പരമുള്ള ആത്മാർത്ഥത വർദ്ധിക്കും. എല്ലാം പോസിറ്റീവാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് നിങ്ങൾക്ക് പോകാം. അടുത്ത കാർഡ് വന്നേക്കണേ എംപറർ എന്ന് പറഞ്ഞ കാർഡാണ്. നമുക്ക് നോക്കാം. അവിടെയും ആശയും അഭിലാഷവും സാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സഹായികളുണ്ടാവും, ആജ്ഞ അനുവർത്തികളുണ്ടാവും. നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ മതി. ഓർഡർ ചെയ്താൽ കാര്യങ്ങൾ നടത്തും. മാത്രമല്ല, നിങ്ങളെ സഹായിക്കുന്ന ഒരു മെയിൽ റിലേറ്റീവ് വരുന്നു, ആണ് ആയ ഒരു ബന്ധു വരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ശക്തി വരുന്നു. സമൂഹത്തിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും നിൽക്കും. അതായത് നിങ്ങളുടെ കാര്യം മാത്രം നോക്കില്ല, നിങ്ങളുടെ കുടുംബം, വീട്, നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ, ബന്ധുക്കൾ, അവരുടെയൊക്കെ സന്തോഷമൊക്കെ നിങ്ങൾ നോക്കി തുടങ്ങുന്നു. നിങ്ങളെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സിലെ ഫീലിങ്സാണല്ലോ നമ്മൾ നോക്കുന്നത്. ആ വ്യക്തി തൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രത നോക്കുന്നു, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നോക്കുന്നു. നിങ്ങളടങ്ങുന്ന കുടുംബമാകാം, ഒരുമിച്ചുള്ള ജീവിതയാത്രയാണെങ്കിൽ. ശക്തി കേന്ദ്രീകരിക്കുന്നു, ശക്തി ഉണ്ട്, ആജ്ഞാപിക്കാനുള്ള ഒരു പവർ ആ വ്യക്തിക്ക് വരുന്നു. നല്ലൊരു ഭാവി വരുന്നു, സ്വപ്നം കണ്ടതുപോലെ. പിന്നെ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ സാധിക്കാനുള്ളൊരു ഭാഗ്യം ഈശ്വരൻ നൽകുന്നു. എല്ലാം കൊണ്ടും ഈശ്വരൻ നല്ലത് വരുത്തുന്നു. നിയമം പാലിക്കാനുള്ളതും നിലനിൽക്കാനുള്ളതും ധൈര്യം ഉണ്ടാകുകയും വിശ്വസ്തത ഉണ്ടാകുകയും നേതാവാകുകയും നയിക്കാനുള്ള ഒരു മനസ്സുമൊക്കെ ആ വ്യക്തിക്ക് വരുന്നു. നിങ്ങൾ ഒരുമിച്ചാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ഗുണമുണ്ടാകും. ഒരുമിച്ച് നിങ്ങൾക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാകും. ഏതായാലും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ടവറാണ്. മുകളിലേക്കുള്ളൊരു വിജയം അവിടെ കാണുന്നുണ്ട്. പക്ഷേ പെട്ടെന്നുള്ള ഒരു തകർച്ചയുടെ ഒരു കാര്യം കാണുന്നുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു തരത്തിലുള്ള തകർച്ച വരാൻ സാധ്യതയുണ്ട്. അതായത് തകർച്ച എന്ന് പറയുന്നത് മൊത്തം തകരുകയല്ല. ജീവിതത്തിൽ ഈശ്വരൻ നൽകിയ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തെ അതിനൊരു ചെറിയ ഇടിച്ചൽ, സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു ഇടിച്ചൽ വരും. അത് അഹങ്കാരം വന്നാലുണ്ടാവും. പെട്ടെന്നുള്ള ഒരു ചേഞ്ച് വരാം. പക്ഷെ ചേഞ്ച് നമ്മൾ സൂക്ഷിക്കണം. ചേഞ്ച് ആളുകൾ വരുത്തുന്നതാകാം. നിങ്ങളുടെ മുന്നേറ്റം കണ്ടപ്പോൾ ആരെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് നിങ്ങളിൽ. പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വേദന വരുന്നുണ്ട്. ഒരു അകൽച്ചയ്ക്കുള്ള സാധ്യത അവിടെ വരുന്നുണ്ട്. പക്ഷേ അകലണമെന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ കുഴപ്പമില്ല. ഒരു വഴക്ക് നിങ്ങൾ തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ടവറ് എന്നുള്ള ഫയലാണ് വന്നേക്കുന്നത്. ടവറ് ലോകത്തേക്ക് ഉയർന്നു നിൽക്കുമ്പോഴും ടവറിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഉയരത്തിലേക്ക് പോകുന്തോറും ബന്ധങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. സൂക്ഷിക്കണം. അതായത് മുന്നേറ്റം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. സ്ട്രോങ് ആയിട്ട് നിൽക്കാം. നിങ്ങൾക്ക് ഫൗണ്ടേഷൻസ് കറക്റ്റാണ്. അടിത്തട്ട് സ്ട്രോങ് ആയതുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിലെ സ്ഥായി ഭാവത്തെ തകർക്കാൻ അവർക്ക് സാധിക്കില്ല. ആരായാലും അത് ഉറപ്പാണ്. ബന്ധം തകരില്ല. വിശ്വാസം, അടിത്തട്ടിലെ ഫൗണ്ടേഷൻ കറക്റ്റാണ്. അതായത് പരസ്പര വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇതെല്ലാം ആ വ്യക്തിയെ സംബന്ധിച്ചാണ്. ആ വ്യക്തിയുടെ നിങ്ങളിലുള്ള വിശ്വാസത്തിന് അടിത്തറയുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വല്ലതും വന്ന് പറഞ്ഞ് നിങ്ങളെ ആ വ്യക്തിയെയും തമ്മിൽ പിരിപ്പിക്കാൻ അല്ലെങ്കിൽ അകറ്റാൻ നോക്കിയാൽ അതൊന്നും നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്.
ശക്തി തെളിയിക്കും. സ്ട്രെങ്ത്താണ് അവസാനത്തെ കാർഡ് വന്നത്. ലാസ്റ്റ് കാർഡ് സ്ട്രെങ്ത് വന്നിരിക്കുന്നു. ചെറിയ ഒരു അകൽച്ചയ്ക്കുള്ള സാധ്യതയും തെറ്റിദ്ധാരണയ്ക്കുള്ള സാധ്യതയും അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യതയും നിങ്ങൾ തമ്മിലുണ്ടാകാം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിലുള്ള ഫൗണ്ടേഷൻ കറക്റ്റ് ആയതുകൊണ്ട് ഒരു തകർച്ച ഉണ്ടാവില്ല. ഒന്ന് ഇളക്കാൻ ചില ആൾക്കാർ നോക്കും, പക്ഷെ നടക്കില്ല. ചതിക്കാൻ നോക്കും, പക്ഷെ അവർ വിജയിക്കില്ല. മറ്റുള്ളവർക്ക് സംരക്ഷണം നൽകിയിട്ട് നിങ്ങളിൽ നിന്ന് സഹായം മേടിച്ച് ചിലരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങളിൽ നിന്ന് സഹായമൊക്കെ മേടിച്ച് എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഇട്ട് നിങ്ങളുടെ ബന്ധങ്ങളിൽ തന്നെ വിള്ളലുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ അതിജയിക്കും. കാരണം ഇനിയുള്ളത് ശേഷിക്കുന്നത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കും. ഇന്നർ സ്ട്രെങ്ത് കൂടുതലാണ് നിങ്ങൾക്ക്. നിങ്ങൾ പരസ്പരം തമ്മിലുള്ള വിശ്വാസവും പരസ്പരം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നതൊക്കെ ശക്തമായിട്ടാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ചതിക്ക് അവർ ശ്രമിക്കും, പക്ഷെ അവർ വിജയിക്കില്ല, നിങ്ങൾ തന്നെ വിജയിക്കുള്ളൂ. ഇന്നർ സ്ട്രെങ്ത് കൂടുതലാണ്, ധൈര്യം കൂടുതലാണ്, കോൺഫിഡൻസ് കൂടുതലാണ്, ആത്മവിശ്വാസം കൂടുതലാണ്, പരസ്പരം കമ്പാഷൻ കൂടുതലാണ്, നിയന്ത്രിക്കുന്നുണ്ട് പരസ്പരം. പിന്നെ നിങ്ങൾക്ക് പരസ്പരം തോന്നിയ സെൽഫ് ഡൗട്ടുകൾ ഉണ്ടല്ലോ, അതിനെയൊക്കെ ഓവർകം ചെയ്യും. ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചില തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ ആളുകൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കാനൊക്കെ പറ്റിയത്. പക്ഷെ അത് മാറും, അതിനെ ഓവർകം ചെയ്യും. പരസ്പര വിശ്വാസം വീണ്ടെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ആ വ്യക്തിയുടെ ഫീലിങ്സിൽ ഇതൊക്കെയാണ് വരാൻ സാധ്യത. നല്ല ഉറച്ച ബന്ധമാണ്, സ്നേഹമാണ്, ആത്മാർത്ഥതയാണ്. അതിൻ്റെ ഇടയിൽ ചില ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ അതിനെ അതിജയിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകും. ഇതാണ് നമുക്ക് ആ വ്യക്തിയുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സിൽ കൃത്യമായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ടാരോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ എന്തായാലും വരും. നിങ്ങൾക്കത് റെസനേറ്റ് ആയാൽ, നിങ്ങൾക്ക് ആത്മവിശ്വാസം കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ്. എല്ലാവർക്കും നന്ദി.